സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മുടെ പറവൂരിലെ വി.ഡി. സതീശൻ്റെ തട്ടകത്തിൽ വെച്ച് ഇന്നലെ ഒരു മീറ്റിംഗ് നടന്നു. സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ടോ സ്ത്രീ സംഘം, അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി, എനിക്കിപ്പം ഓർമ്മശക്തിയൊക്കെ കുറവാണ്. അപ്പോൾ എന്തെങ്കിലും ആക്കട്ടെ. അപ്പം അതിനകത്ത് നമ്മുടെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന എല്ലാവരും ആദരിക്കുന്ന ശൈലജ ടീച്ചർ ആണ് അതിനകത്ത് പങ്കെടുത്ത പ്രമുഖ വ്യക്തി. ആ മീറ്റിങ്ങിൽ വെച്ച് നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോകളിലൊക്കെ വിവാദമായിട്ടും അല്ലാതെയൊക്കെ വിഹരിക്കുന്ന നമ്മുടെ ഷൈൻ ടീച്ചർ നമ്മുടെ മറ്റൊരു നായികയാണെന്ന് പറയുന്നത്, നമ്മളെ പടമൊന്നും കണ്ടിട്ടില്ല, പുള്ളി ഏത് പിക്ചറിലാണ് അഭിനയിച്ചിരിക്കുന്നത്, പുള്ളിയുടെ ഒരു വാർത്തയും കേട്ടിട്ടില്ല, റിനിയെ സ്വാഗതം ചെയ്തു പാർട്ടിയിലേക്ക്. അപ്പോൾ ഈ ഷൈൻ ടീച്ചർ എറണാകുളത്ത് മത്സരിച്ചു എന്നുള്ളത് ശരിയാണ്. ഹൈബീഡിനോട് ഒത്തിരി വോട്ടിൻ്റെ വ്യത്യാസം തോക്കുകയും ചെയ്തു. പക്ഷേ ആ ഷൈൻ ടീച്ചറിന് ഒരു ആളിനെ മാർക്സിസ്റ്റ് പാർട്ടിയിലോട്ട് സ്വീകരിക്കാനുമൊക്കെയുള്ള അവകാശമുണ്ടോ എന്നൊക്കെ നമ്മളിനിയും അറിയേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നാളെ ഗോവിന്ദൻ മാസ്റ്റർ പറയും, അവർക്ക് പറയാം, അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറയും, അവരങ്ങനെ പറഞ്ഞ് ശരിയായില്ല, അല്ലെ ശരിയായി എന്നൊക്കെ പറയട്ടെ, അതൊക്കെ വിട്ടേക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇന്നലെ ഈ പ്രശസ്തിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ കരിവാരി തേച്ചുകൊണ്ട് പ്രശസ്തിയായ ഈ റിനുയെ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഇതിന് ഒത്തുള്ളൂ. എത്രയോ പെണ്ണുങ്ങൾ ദുരിതം അനുഭവിക്കുന്നവരുണ്ട് ആണുങ്ങളുടെ പീഡനങ്ങൾക്കരിയായിട്ട് എല്ലാ പാർട്ടികളിൽ നിന്നും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ തന്നെ പൊക്കിക്കൊണ്ട് വന്ന സരിതയായിരുന്നു. അതല്ലെങ്കിൽ മണിയാശാൻ എത്രയോ പെണ്ണുങ്ങളെ അധിക്ഷേപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പി ശശിയും ഒക്കെ പീഡിപ്പിച്ച പെണ്ണുങ്ങളെയൊക്കെ വിളിക്കേണ്ടതായിരുന്നു. അതുപോലെ നമ്മുടെ സ്വർണ്ണ വേട്ടയിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആളിൻ്റെ സ്വപ്നെ നിങ്ങളിതിന് വിളിക്കണ്ടായിരുന്നു. പീഡനം അനുഭവിക്കുന്നവരെ എല്ലാവരെയും വിളിക്കണമായിരുന്നു. എന്നിട്ട് ഒരാളെ മാത്രം വിളിച്ചിട്ട് അവരെ പാർട്ടിയിലോട്ട് സ്വാഗതം ചെയ്യാതെ ഇവരെ എല്ലാം വിളിച്ചിട്ട് പാർട്ടിയിലോട്ട് സ്വാഗതം ചെയ്യണമായിരുന്നു. അതായിരുന്നു നല്ലത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.